രാത്രി ഈ മടിയിലിരിക്കുന്നത് ആർച്ചയായിരിക്കും. ഇന്നു തൊട്ട് ഇവിടെ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളതിനെപ്പറ്റി നാം പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ടതായിട്ടില്ല. മത്സര ചട്ടങ്ങളും നാം വിളംബരം ചെയ്തു കഴിഞ്ഞു. എങ്കിലും അന്തി കറുത്താലും അംഗം അവസാനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൽപ്പന കണക്കിലെടുക്കേണ്ടതാണ്. ആദ്യത്തെ മത്സരം ആരംഭിക്കാം. എന്നോട് മത്സരിക്കാൻ ഇനി ആരാനുമുണ്ടോ? സമയം വരുമ്പോൾ സത്യം തുറന്നു പറയുമെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ? വിചാരം പിടിച്ച് കുത്തിയിരിക്കുന്ന കണ്ടപ്പോ ഞാനും കണ്ണും വിവരം ആരാഞ്ഞു. അന്ന് പറഞ്ഞതാണ്. എന്നാൽ കേട്ടോളൂ, ആയിരിക്കുന്ന പെണ്ണ് ഇവിടുത്തെ നാടുവാഴിയുടെ മകൾ ആർച്ചയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ കോട്ടയിലെ ഒരു തോഴിയാണെന്നും പറഞ്ഞ് ഇവളെന്നെ കബളിപ്പിക്കുകയായിരുന്നു. അതിന് ഞങ്ങൾ തമ്മിൽ അടുത്തുപോയി. എങ്കിൽ അർത്ഥം മുറിക്കണ്ട. അപ്പൊ തിരിച്ചു പോയാലോ? ഇവിടെ
സമയം സന്ധ്യയാകാറായി. മത്സരം ഇന്നേക്കു മതിയാക്കാം. നാടുവാഴിക്കും നാട്ടാർക്കും സമ്മതമാണെങ്കിൽ ഇന്ന് രാത്രി ഈ നിൽക്കുന്ന തുറുമ്പിനോട് ഒരു കൈ നോക്കാൻ കടത്തനാട്ട അമ്പു തയ്യാറാണ്. സമ്മതം. ഇവൻ ആരാണ്? നാടുവാഴി തമ്പുരാന്റെ പൊന്നുമോൾ ആർച്ചയുടെ വിവാഹ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവനുള്ള അർഹത എന്ത്? ഇവന്റെ നാടേത്, തറനാടേത്? ഇവൻ കള്ളനാണ്, കൊലപാതകയാണ്, രാജ്യദ്രോഹിയാണവൻ. ഇവന്റെ കയ്യിൽ വരണമാല്യമല്ല, വിലങ്ങാണ് വയ്ക്കേണ്ടത്. പനച്ചേരി യജമാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതൊന്നും തന്നെ ശരിയല്ല. കാര്യങ്ങൾ തീരുമാനിക്കുവാൻ നാം ഉണ്ടിവിടെ. വേണ്ടത് വേണ്ടതുപോലെ തിരക്കിയറിഞ്ഞ് നാട്ടുസഭയ്ക്ക് മുമ്പിൽ നാം പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഈ പട്ട് എന്തിനാ മോളെ കൊണ്ടുപോണത്? കോട്ടയ്ക്ക് പോകുമ്പോഴൊന്നും ഇത് കൊണ്ടുപോയി കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അമ്മാടി വീരൻ ആർച്ച തമ്പരാട്ടി മാലയിടുന്നത് കാണാൻ ഞാൻ ഈ പട്ടും പോത്തി ചമ്മഞ്ഞൊരുങ്ങി പോവും. ഇതൊരു ഓർമ്മക്കുള്ള പട്ടാണ്, പിന്നെ മോളുടെ ഇഷ്ടം. മോള് പോയിക്കോ, അന്തി കറക്കുമ്പോ അങ്ങ് എത്തണ്ടേ. വെല്ലുവിളിച്ച് എതിരാളികൾ ആരും ഇല്ലാന്ന് കണ്ടപ്പോ ആൾക്കാർ കെട്ടുകളയാന്ന് വിചാരിച്ചു. അപ്പോഴൊക്കെയാണ് നമ്മുടെ അമ്പാടിയുടെ വരവ്. അതല്ല കറുപ്പ, അനന്തന്റെ ഓട്ടം കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും ചിരി നിൽക്കില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് കോട്ടയ്ക്കകത്തെ മത്സരങ്ങളിൽ ജയിച്ച
അമ്പാടി എന്നൊരു ചെറുക്കനെ നിങ്ങൾ ആരാനും കണ്ടു? എന്താ കാണണം? അയ്യോ, എന്റെ കുഞ്ഞിനെ ദുഷ്ടന്മാരെ പിടിച്ചോണ്ട് പോയേ, ഒന്ന് വന്ന് രക്ഷിക്കണേ. എന്താ, എന്തുണ്ടായി? എന്റെ മോള് ചിന്നുവിന് ആ പലച്ചേരിയാമാന്റെ ആളുകൾ പിടിച്ചോണ്ട് പോയി. ഈ പട്ട് എവിടുന്ന് കിട്ടി? 18 വർഷം മുമ്പ് പുഴയോരത്ത് ഈ പട്ടിൽ കിടന്നാണ് എന്റെ ചിന്നുവിനെ എനിക്ക് കിട്ടിയത്. 18 ആണ്ട് പുഴയോരം എന്റെ പട്ടുമേല തച്ചോളിത്തറവാടിന്റെ മുദ്ര. അപ്പൊ ചിന്നു ചിന്നു എന്റെ മോളെ, എന്റെ മോളെ. എന്തുണ്ട്? പരിചയയുടെ ആൾക്കാര് ഇവരുടെ മകളെ പിടിച്ചോണ്ട് പോയത്. എന്റെ ചിന്നുവിനെ രക്ഷിക്കണേ. നിങ്ങൾ ഇരിക്കും, ഞാനിപ്പോ വന്നേക്കാം.